ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കബോർഡ് ഫ്രഷ്നർ സാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ്. ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കബോർഡ് നീറ്റാക്കുന്ന കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കബോർഡിനകത്ത് സ്മെല്ല്, അതുപോലെ നമ്മൾ ഡ്രസ്സിന് നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കബോർഡ് ഫ്രഷ്നർ സാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഞാൻ പീസ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൂചി നൂലും എടുത്തിട്ടുണ്ട്, ഒരു കത്രിക. അപ്പോൾ ഈ ഫാബ്രിക്കിൽ നിന്നും നമ്മളിതാ ഇങ്ങനെ രണ്ട് പീസുള്ള 3 എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ 2 പീസുള്ള 3 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതാണ്. ഇത് നമ്മുടെ കിച്ചണിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ്. പിന്നെ നമ്മളുടെ ഒരു ഗ്ലാസ്സിൽ ഞാനൊരു 1/2 കപ്പോളം അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സോപ്പ് നല്ല സ്മെല്ലുള്ളതായാലും അത്രയും നല്ലത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ആയ കാരണമാണ് ഞാൻ ഈ ഒരു സോപ്പ് സെലക്ട് ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സോപ്പ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ കുഞ്ഞു ബ്ലേഡ് വരുന്ന വശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ വലിയ വശത്ത് നിന്ന് വലിയ ബ്ലേഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അതാവുമ്പോൾ കുറച്ചുകൂടി ഒരു വെയിറ്റ് ഉണ്ടാകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് തീരാറായി. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി വേണ്ടത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ 3 വശവും തുന്നി കൊടുക്കുക എന്നുള്ളതാണ്. മെഷീനുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം, അല്ലാത്തവർക്ക് തുന്നാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും കൂടി ഒന്നിച്ച് വെച്ച് ചീത്ത വശത്ത് നിന്ന് നമുക്ക് ഇതിൻ്റെ 3 ഭാഗങ്ങളും തുന്നിയെടുക്കാം. അപ്പോൾ ഇത് 3 വശം തുന്നിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മാറ്റി വെച്ചിരുന്ന 1/2 കപ്പ് അരി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതൊന്ന് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെയ്യുന്നത്, ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന സഞ്ചിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു പാകത്തിനായതിനു ശേഷം ഇതിൻ്റെ ആ ഒരു വശം തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ കബോർഡ് ഫ്രഷ്നർ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഷേപ്പിലും ആക്കിയിട്ട് എടുക്കാം. ആദ്യത്തേത് ഞാനിതാ ഇങ്ങനെ ഒരു സ്ക്വയർ പീസിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാനിതാ ഇങ്ങനെ റൗണ്ട് ഒരു സാക്ക് പോലെ ആക്കിയിട്ട് അതിനൊരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബോ പോലെ ചെയ്തിട്ട് ഇതിനൊരു കയറ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഹാങ്കേഴ്സിലൊക്കെ തൂക്കിയിടാനാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല ഇഫക്റ്റ് കിട്ടിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ ശുഭദിനം.